ഹായ് എവരിവൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇന്നിപ്പം ഞാൻ എൻ്റെ ഒരു ഈവനിങ് റുട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. റുട്ടീനല്ല, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. ഇനിയിപ്പം ഞാൻ ബട്ടർ പനീർ മസാല ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനീർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. വെറും 10 മിനിറ്റ് മതി. ഭയങ്കര എളുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പനീർ ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് ആദ്യമൊക്കെ ഭയങ്കര ഒരു ടാസ്ക് പോലെ തോന്നും ഇത് യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ. പക്ഷേ ഇതിപ്പം ഭയങ്കര ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെറും 3 ഇൻഗ്രീഡിയൻസ് മതി. വേഗം നമുക്ക് ഉണ്ടാക്കി കഴിയാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ആദ്യം പാൻ വെക്കുക, എന്നിട്ട് ഓയിൽ ഒഴിക്കുക. എന്ത് ഓയിലാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊഴിച്ചോ. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്താണെങ്കിലും അതൊഴിക്കുക. അത് കുറച്ച് ഒഴിക്കുക. പിന്നെ കുറച്ച് ബട്ടർ ഇടുക. അത് കഴിഞ്ഞിട്ട് സവാള, തക്കാളി, പിന്നെ മുളക് ഉണങ്ങിയ മുളകാണ് ചേർക്കേണ്ടത്. കാരണം ഈ സവാള തക്കാളിയൊക്കെ നമുക്ക് മിക്സിയിലിട്ട് അടിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണങ്ങിയ മുളകും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ആ മുളകില്ല. അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി ചേർത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കളർ കിട്ടാൻ കറിക്ക് നല്ല കളർ വേണമെങ്കിൽ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി നമ്മുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇടുക. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം വഴറ്റിയിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. അപ്പം ഞാൻ സവാള ഇട്ടു. സവാള നിങ്ങളിങ്ങനെ കണ്ടം തുണ്ടമായിട്ട് അരിഞ്ഞാലൊക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുനുകുന അങ്ങനെയൊന്നും അരിയണമെന്നില്ല. അതാണ് ഇതിൻ്റെ ഭയങ്കര ഹൈലൈറ്റ്. എനിക്ക് ഈ സവാള ചെറുതാക്കി അരിയാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്കിങ്ങനെ മുറിച്ചിട്ട് എന്തായാലും മിക്സിയിൽ അരക്കേണ്ടതല്ലേ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ അങ്ങ് വെട്ടിയിട്ടാൽ മതി. നമ്മുടെ ഇഷ്ടത്തിന് അങ്ങ് മുറിച്ചങ്ങ് ഇട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. 2 സവാള, 1 തക്കാളി, ഇത്രയും ഞാൻ എടുത്തിരിക്കുന്നത്. അധികം പുളി വേണ്ടല്ലോ, അത് കാരണം ഞാൻ 1 തക്കാളി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് വഴറ്റണം. കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റാം. ഇത് വഴറ്റി കഴിഞ്ഞിട്ട് ഇത് തണുക്കാനുള്ളൊരു സമയം മാത്രമേ ഈ കറി ഉണ്ടാക്കാനുള്ളൊരു ഡിലേ ഉള്ളൂ. ഇത് തണുത്തിട്ട് വേണമല്ലോ നമുക്ക് മിക്സിയിൽ അടിക്കാനായിട്ട്. അപ്പോൾ ആ മീൻ വയൽ നമുക്കിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഇതിങ്ങനെ വഴറ്റി വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. അതപ്പോഴേക്കും ഇത് തണുത്തുണ്ടാവും. പിന്നെ മിക്സിയിൽ അടിക്കുക. അപ്പം ചപ്പാത്തിയും കറിയും ഒക്കെ പെട്ടെന്ന് റെഡിയാവും. അപ്പം ഞാനിതിങ്ങനെ വഴറ്റാൻ ഉപ്പിട്ടിട്ട് ഞാനിങ്ങനെ അടച്ച് വയ്ക്കുകയാണ്. കുറച്ച് നേരം അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും അതായിക്കോളും. ഇതിലേക്ക് ഇനി നമ്മൾ മുളക് പൊടി, ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ ഉണങ്ങിയ മുളക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇടുകയാണ്. നമുക്ക് എന്തായാലും എരിവ് മതിയല്ലോ. മുളക് പൊടി ആയാലൊക്കെ സെയിം തന്നെ. എന്നാലും നേരത്തെ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉണങ്ങിയ മുളക് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഇട്ടു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. കുറച്ച് നേരം എല്ലാം കൂടെ ഒന്ന് മിക്സായി അതൊന്ന് വാടി വരട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ ഇടേണ്ട കാഷ്യൂനട്ട്സ് ഇതിലൊരു ടേസ്റ്റ് വരുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് കാഷ്യൂനട്ട്. അപ്പോൾ അത് കൂടെ ഇതിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുമില്ല, കുറച്ച് നേരം വയ്ക്കുക, തണുപ്പിക്കുക, എന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഒരാൾ പനീർ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ക്ഷമ നശിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയിൽ കൊണ്ടുപോയിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ മറ്റേ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പനീർ ഇട്ട് കൊടുക്കുക. ഞാൻ ഫ്രൈ ഒന്നും ചെയ്യില്ല. ഇത് ഫ്രൈ ചെയ്യണേക്കാളും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് ഇതാണ്. ഫ്രൈ ഒക്കെ ചെയ്ത് പിന്നെ മറ്റേ അങ്ങനെ ക്ലോവും മറ്റേ സിനമണൊക്കെ പൊടിച്ച് അരച്ച് അങ്ങനെയൊക്കെ ഞാൻ കുറേ ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ടാക്കാൻ തോന്നിയിട്ടില്ല. ഭയങ്കര ടാസ്ക്കായിട്ട് തോന്നിയിരുന്നു. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സിമ്പിളുമാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഇട്ടിട്ട് പിന്നെ ഇതിലൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ഇടയ്ക്ക് നോക്കണം കേട്ടോ. ഉപ്പ് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപ്പും എരിവൊക്കെ ഇടാൻ നിങ്ങൾക്ക്. ഇത് ബേസിക്കായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഉപ്പ് എരിവൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് പനീർ കുറച്ച് ആകുമ്പോൾ തന്നെ അത് സെറ്റായി അതിലെല്ലാം പിടിച്ചിട്ടുണ്ടാവും. കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് ലാസ്റ്റ് പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയില ഇങ്ങനെ
ഞാൻ ഇത്തിരി മുറിച്ചപ്പോൾ ഇത്തിരി വലുതായി പോയി, ഭംഗിയിലൊന്നും ഇട്ടിട്ടില്ല. അത് എനിക്ക് മല്ലിയില ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലോ കുറവൊക്കെ ഇടാം. പിന്നെ ഇതിലൊരു ഡയറി ടേസ്റ്റ് ഉണ്ടാവും നമ്മളിത് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ പാൽപ്പൊടി ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഇടുക, അല്ലെങ്കിൽ പാലൊഴിച്ച് കൊടുക്കുക, തിളപ്പിച്ച പാൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത്തിരി പാലൊഴിച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ വയലിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ലാസ്റ്റ് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.